രാജ്യത്തെ വിദ്യാർത്ഥികൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന പരീക്ഷാ പേ ചർച്ച മുഖാമുഖം പരിപാടി കണ്ണൂർ കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്നു. പരീക്ഷകളെ എങ്ങനെ നേരിടാം, അതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ എങ്ങനെ മറികടക്കാം തുടങ്ങിയ വിഷയങ്ങളാണ് പരിപാടിയിൽ ചർച്ച ചെയ്തത്. വിദ്യാർത്ഥികൾക്ക് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയോട് നേരിട്ട് ഉപദേശം തേടാനും സംവദിക്കാനും വർഷത്തിൽ ഒരിക്കൽ ലഭിക്കുന്ന അവസരമാണിത്. 6 വർഷമായി നടത്തിവരുന്ന പരിപാടിയിൽ നേരിട്ടും ഓൺലൈനായുമാണ് വിദ്യാർത്ഥികൾ പങ്കെടുത്തത്. ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനത്തുള്ള ഭാരത് മണ്ഡപത്തിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതലാണ് പരീക്ഷാ പേ ചർച്ച നടന്നത്. ഇവിടെ 3000 വിദ്യാർത്ഥികൾക്കാണ് നേരിട്ട് പങ്കെടുക്കാൻ അവസരമുണ്ടായത്. ഓരോ സംസ്ഥാനത്തു നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും 2 വീതം വിദ്യാർത്ഥികളും ഓരോ അധ്യാപകരും പ്രത്യേക അതിഥികളായി. രാജ്യത്തെ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്നുമുള്ള 100 വിദ്യാർത്ഥികളും നേരിട്ട് പങ്കെടുത്തു. പരിപാടിയുടെ 2 അവതാരകരിൽ ഒരാൾ മലയാളിയാണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. വാരണാസിയിൽ നിന്നുള്ള അനന്യ ജ്യോതി, കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കേന്ദ്രീയ വിദ്യാലയത്തിലെ +1 വിദ്യാർത്ഥിനി മേഘന എൻ നാഥ് എന്നിവരാണ് അവതാരകർ. പരീക്ഷാ പേ ചർച്ചയുടെ 6 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മലയാളി വിദ്യാർത്ഥി ഇതിന്റെ അവതാരകയാകുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പാണ് ഇന്ന് നമ്മുടെ വിദ്യാലയം PM ശ്രീ കേന്ദ്ര വിദ്യാലയ കണ്ണൂരിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. പരീക്ഷാ പേ ചർച്ച വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിന്നും പരീക്ഷയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വളരെയധികം സഹായകമാവുന്നു. ഈ പരിപാടി പരീക്ഷയിൽ കുട്ടികൾക്കുണ്ടാവുന്ന പല സമ്മർദ്ദങ്ങളും ഇതൊക്കെ കുറക്കാനായി വളരെ സഹായകരമാണ്. അപ്പം ഭാവിയിൽ ഇങ്ങനത്തെ ഒരുപാട് പരിപാടികൾ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.